ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ അഥവാ എഫ്എമ്മിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത മോഡുലേഷൻ സ്കീമുകളിൽ പെടുന്ന ഒന്നാണ് ഫ്രീക്വൻസി മോഡുലേഷൻ അഥവാ എഫ്എം. ഒരു മോഡുലേഷനിൽ നമ്മൾ മെസ്സേജിനെ കാരിയർ സിഗ്നലിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. എ മോഡുലേഷനിൽ മെസ്സേജിനെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നാൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ് ചേർക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഒരു കാരിയർ സിഗ്നലാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഒരു മെസ്സേജ് സിഗ്നലാണ്. താരതമ്യേന ഫ്രീക്വൻസി കുറവാണ് മെസ്സേജ് സിഗ്നലിന്. അപ്പോൾ ഈ മെസ്സേജ് സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയറിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ് മെസ്സേജിനെ ചേർത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് കാണാം, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുന്നത് കാണാം. അതായത് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗമാണ്, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗമാണ്. അവിടെ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയെക്കാളും കൂടുതലാണ്. അതുപോലെ മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതനുസരിച്ചിട്ട് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിക്കാളും കുറവാണ്. ഇത്തരത്തിൽ ഇവിടെ കാണുന്ന എഫ് എം സിഗ്നലിനകത്ത് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഫ്രീക്വൻസി മാറ്റം ഇവിടെ ഉള്ള മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷന് അനുസരിച്ചിട്ടാണ്. അതായത് മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയിൽ നിന്ന് കൂടുകയും അതുപോലെ മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയിൽ നിന്ന് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആകുന്ന സമയത്ത്, അതായത് ഈ പോയിന്റിൽ കാരിയറിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഒരു എഫ് എം സിഗ്നലിൻ്റെ അകത്ത് അതിൻ്റെ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ മെസ്സേജിനെ നമ്മൾ കാരിയറിൻ്റെ ഫ്രീക്വൻസി വേരിയേഷനായിട്ട് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് കാണാം, സാധാരണഗതിയിൽ ഈ നോയ്സ് അഥവാ അൺവാണ്ടഡ് സിഗ്നൽസ്, നമ്മൾ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്മിഷൻ പാത്തിൽ വരുന്ന അൺവാണ്ടഡ് സിഗ്നലുകളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു നോയ്സ് വന്നാൽ അത് ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് സാധാരണയായി ആഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു എ എം സിഗ്നലിനെ നോയ്സ് നന്നായി ബാധിക്കുന്നു. കാരണം എ എം സിഗ്നലിൻ്റെ അകത്ത് മെസ്സേജ് ആഡ് ചെയ്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡിലാണ്. അതേ ആംപ്ലിറ്റ്യൂഡിലാണ് നോയ്സും വന്ന് ആഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നോയ്സ് വന്ന് ആഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിപ്പോകുന്നു, അഥവാ മെസ്സേജിന് മാറ്റം സംഭവിക്കുന്നു. അത്തരത്തിൽ നോയ്സ് ഒരു എം സിഗ്നലിനെ വളരെ എളുപ്പത്തിൽ ബാധിക്കുന്നു. എന്നാൽ ഇവിടെ എഫ് എമ്മിൻ്റെ കേസിലാണെങ്കിലോ നമുക്കറിയാം, എഫ് എമ്മിൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡിൽ നമ്മുടെ ഇൻഫോർമേഷൻ ഇല്ല, അഥവാ മെസ്സേജ് ആഡ് ചെയ്തിട്ടില്ല. പകരം എഫ് എം സിഗ്നലിനകത്ത് ഫ്രീക്വൻസി വേരിയേഷൻ ആയിട്ടാണ് നമ്മൾ മെസ്സേജിനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ പാത്തിൽ ഒരു നോയ്സ് സിഗ്നൽ വന്നാൽ ആ നോയ്സ് സിഗ്നൽ എഫ് എം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് ബാധിക്കുന്നത്. എന്നാൽ ആംപ്ലിറ്റ്യൂഡിൽ നമ്മുടെ മെസ്സേജ് അഥവാ ഇൻഫോർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു നോയ്സ് സിഗ്നലിന് എഫ് എമ്മിനെ എളുപ്പത്തിൽ ബാധിക്കാൻ പറ്റില്ല. ഇത് എ എമ്മിനെ അപേക്ഷിച്ച് എഫ് എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. ഇനി എഫ് എം സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്നത്? മോഡുലേഷൻ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റേഷ്യോ ആയിട്ടാണ്. അത് എഫ് എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ദി മാക്സിമം ഫ്രീക്വൻസി കണ്ടെയ്ൻഡ് ഇൻ ദി മെസ്സേജ്. സോ ഇൻ ദ കേസ് ഓഫ് എഫ് എം, മോഡുലേഷൻ ഇൻഡെക്സ് എം ഈക്വൽ ടു ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം. ഇവിടെ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ആ എഫ് എം സിഗ്നലിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. എന്താണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? ആ എഫ് എം സിഗ്നലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടിയ ഫ്രീക്വൻസി മൈനസ് കാരിയറിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി. സോ അതാണ്
ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ്. എഫ് എം എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ഫ്രീക്വൻസി. ഇവിടെ എഫ് എം സിഗ്നലിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി നമുക്ക് ഇത്തരത്തിൽ എഫ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം കോസ് ഒമേഗ എം ടി എന്ന രീതിയിൽ എഴുതാം. കാരണം എഫ് സി എന്ന് പറയുന്നത് കാരിയറിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയിൽ നിന്ന് സിഗ്നലിൻ്റെ എഫ് എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഇവിടെ വി എം കോസ് ഒമേഗ എം ടി എന്ന മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ എഫ് എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എത്രയുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് കാരിയർ ഫ്രീക്വൻസിയോട് കൂടി മെസ്സേജിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന ഫ്രീക്വൻസി വേരിയേഷൻ കൂടി ചേർന്നാൽ നമുക്ക് കിട്ടും. അതായത് ഒരു ഇൻസ്റ്റൻറ്റിലെ എഫ് എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാരിയറിൻ്റെ ഫ്രീക്വൻസി പ്ലസ് ആ ഇൻസ്റ്റൻറ്റിലെ മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതിനനുസരിച്ചുണ്ടാകുന്ന ഡീവിയേഷൻ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ എഫ് എം സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എത്രയായിരിക്കും? അത് എഫ് മാക്സ് ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം എന്ന് നമുക്ക് എഴുതാം. കാരണം കോസൊമേഗ എം ടിയുടെ മാക്സിമം വാല്യൂ 1 ആണല്ലോ. അതുകൊണ്ട് ഇവിടെ എഫ് മാക്സ് എന്ന് പറയുന്നത് എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം ആയിരിക്കും. ഇനി മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എത്രയായിരിക്കും? മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് എം സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി മൈനസ് ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസി. അതായത് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എം സിഗ്നലിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ ഫ്രീക്വൻസി എത്രയാണോ അത് മൈനസ് ആ കാരിയറിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി. അതുകൊണ്ട് നമുക്ക് എഫ് മാക്സിന് പകരം നമുക്ക് എന്തെഴുതാം? എഫ് മാക്സ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം മൈനസ് എഫ് സി. അതായത് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് സി പ്ലസ് കെ വി എം എഫ് സി മൈനസ് എഫ് സി എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ ഈക്വൽ ടു കെ വി എം എഫ് സി എന്ന് കിട്ടും. ഈ എഫ് സിയും ക്യാൻസലായിട്ട് ബാക്കിയുള്ള ടേം കെ വി എം എഫ് സി ആണ്. ഇതാണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ എൻ എഫ് എം സിഗ്നൽ ഡ്യൂ ടു ദി അഡീഷൻ ഓഫ് മെസ്സേജ് സിഗ്നൽ. സോ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഉണ്ടാകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് മെസ്സേജിൻ്റെ ഏറ്റവും ആംപ്ലിറ്റ്യൂഡ് കൂടിയ സമയത്താണ്. അങ്ങനെയാണെങ്കിൽ ദി മോഡുലേഷൻ ഇൻഡെക്സ് എം ഈക്വൽ ടു മാക്സിമം ഡീവിയേഷൻ ഡെൽറ്റ ഡിവൈഡ് ബൈ ഹയസ്റ്റ് ഫ്രീക്വൻസി കണ്ടെയ്ൻഡ് ഇൻ ദ മെസ്സേജ് എഫ് എം. സോ എം ഈക്വൽ ടു ഡെൽറ്റ ബൈ എഫ് എം എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എഫ് എം സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഒന്ന് പരിശോധിക്കാം. ഇവിടെ എഫ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. അതായത് കാരിയറിന്റെ രണ്ട് ഭാഗത്തും ഓൺ ഐദർ സൈഡ് ഓഫ് ദ കാരിയർ, റൈറ്റിലും ലെഫ്റ്റിലും, കാരിയർ ഫ്രീക്വൻസിയുടെ റൈറ്റിലും ലെഫ്റ്റിലും എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസിക്കാളും ഫ്രീക്വൻസി കൂടുന്ന ഭാഗത്തും കാരിയർ ഫ്രീക്വൻസിക്കാളും ഫ്രീക്വൻസി കുറയുന്ന ഭാഗത്തും രണ്ടു ഭാഗത്തും എഫ് എം സിഗ്നലിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കലി എഫ് എമ്മിന് ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ സൈഡ് ബാൻഡുകൾ കാരിയറിൽ നിന്ന് രണ്ടു ഭാഗത്തും എഫ് എം, 2FM, 3FM, 4FM എന്നിങ്ങനെ ഉള്ള അകലത്തിലാണ് കാണപ്പെടുക. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൈഡ് ബാൻഡ് എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും. അത് മറുഭാഗത്താണെങ്കിൽ എഫ് സി മൈനസ് എഫ് എം എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും. രണ്ടാമത്തെ സൈഡ് ബാൻഡ് എഫ് സി പ്ലസ് 2FM എന്ന് പറയുന്ന സ്ഥലത്തും എഫ് സി മൈനസ് 2FM എന്ന് പറയുന്ന ഫ്രീക്വൻസി ലൊക്കേഷനിലുമായിരിക്കും. മൂന്നാമത്തെ സൈഡ് ബാൻഡ് എഫ് സി പ്ലസ് 3FM എന്ന് പറയുന്ന ലൊക്കേഷനിലും എഫ് സി മൈനസ് 3FM എന്ന് പറയുന്ന ലൊക്കേഷനിലുമായിരിക്കും. ഇങ്ങനെയായിരിക്കും സൈഡ് ബാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഈ സൈഡ് ബാൻഡുകൾ കുറച്ച് ടേം കഴിയുമ്പോഴേക്കും അവരുടെ സ്ട്രെങ്ത് അഥവാ സിഗ്നിഫിക്കൻസ് കുറയും. അതായത് എഫ് എം സിഗ്നലിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടെങ്കിലും അത് കാരിയറിനടുത്തുള്ള ഏതാനും സൈഡ് ബാൻഡുകൾ കഴിഞ്ഞാൽ പിന്നീടുള്ളവ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അഥവാ അവരുടെ പവർ വളരെ കുറവായിരിക്കും, അവരുടെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അവയെ നമുക്ക്
അവഗണിച്ചാലും അത് FM സിഗ്നലിനകത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്തില്ല. എന്നാൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ സൈഡ് ബാൻഡുകൾ നമ്മൾ പരിഗണിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, FM-ന്റെ കേസിൽ ഈ സിഗ്നിഫിക്കൻ്റ് സൈഡ് ബാൻഡുകളുടെ എണ്ണം അത് മോഡുലേഷൻ ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. AM-നകത്ത് മോഡുലേഷൻ ഇൻഡെക്സിന് ബാൻഡ് വിഡ്ത്തിൽ കാര്യമായ റോളില്ല, അല്ലെങ്കിൽ റോളേ ഇല്ല. AM-ന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് ബാൻഡ് വിഡ്ത്തുമായിട്ട് ബന്ധമില്ല. എന്നാൽ FM-നകത്ത് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പരിഗണിക്കേണ്ട അഥവാ സിഗ്നിഫിക്കൻ്റ് ആയ സൈഡ് ബാൻഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് FM-ന്റെ കേസിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, FM-നകത്ത് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത് മോഡുലേഷൻ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ FM സിഗ്നലിന്റെ കേസിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല. ആംപ്ലിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ടോട്ടൽ പവറും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ AM-ന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് കൂടുന്നതനുസരിച്ചിട്ട് സൈഡ് ബാൻഡ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ, സൈഡ് ബാൻഡ് പവറിന്റെ ഇക്വേഷൻ m²/4 PC ആണ്. അഥവാ M മോഡുലേഷൻ ഇൻഡെക്സ് കൂടുന്നതനുസരിച്ചിട്ട് സൈഡ് ബാൻഡ് പവർ കൂടും. അതുകൊണ്ട് തന്നെ ടോട്ടൽ പവറും കൂടിക്കൊണ്ടിരിക്കും. അതായത് AM-നെ സംബന്ധിച്ചിടത്തോളം മോഡുലേഷൻ ഇൻഡെക്സ് മാറുന്നതനുസരിച്ചിട്ട് ടോട്ടൽ ട്രാൻസ്മിറ്റ് പവർ കൂടുന്നു. എന്നാൽ FM-നകത്ത് ടോട്ടൽ ട്രാൻസ്മിറ്റ് പവറും മോഡുലേഷൻ ഇൻഡെക്സും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു, FM-ന്റെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് കൂടുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്തും കൂടും. ഇനി നമുക്ക് FM-ന്റെ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു FM-ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കലി നമ്മൾ അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണെന്ന് പറയേണ്ടി വരും. എന്നാൽ പ്രാക്ടിക്കലി നമുക്ക് FM-ന്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സിഗ്നിഫിക്കൻ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സിനെ പരിഗണിച്ചാൽ മതി. അതായത് പവർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞിരിക്കുന്ന സൈഡ് ബാൻഡുകളെ, വളരെ കുറവായ സൈഡ് ബാൻഡുകളെ നമുക്ക് അവഗണിക്കാം. ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ കാർസൺസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ഈ റൂൾ അനുസരിച്ചിട്ട് FM-നകത്ത് കാരിയറിന്റെ രണ്ടു ഭാഗത്തും m+1 നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സിനെ മാത്രം പരിഗണിച്ചാൽ മതി. ഇവിടെ M എന്ന് പറയുന്നത് FM-ലെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് +1 അത്രയും സൈഡ് ബാൻഡുകളെയാണ് നമ്മൾ കാരിയറിന്റെ രണ്ടു ഭാഗത്തും പരിഗണിക്കേണ്ടത്. അപ്പോൾ ആകെ എത്ര സൈഡ് ബാൻഡുകൾ വരും? കാരിയറിന്റെ റൈറ്റ് സൈഡിൽ m+1 സൈഡ് ബാൻഡ്സ്, ലെഫ്റ്റ് സൈഡിൽ m+1 സൈഡ് ബാൻഡ്സ്, അങ്ങനെ ആകെ 2m+1 സൈഡ് ബാൻഡുകളെയാണ് നമ്മൾ FM-ൽ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ആകെ ബാൻഡ് വിഡ്ത്ത് FM-നകത്ത് ഈ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഇൻറ്റു FM, അതായത് 2 × m+1 FM ആണ് ഇവിടെ ആവശ്യമായി വരുന്ന ബാൻഡ് വിഡ്ത്ത്. ഇനി മോഡുലേഷൻ ഇൻഡെക്സിന് മാക്സിമം ഡീവിയേഷൻ ബൈ FM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, Δ/FM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാകും. അഥവാ നമുക്കതിനെ 2 × മാക്സിമം ഡീവിയേഷൻ പ്ലസ് FM, 2 × Δ+FM എന്നിങ്ങനെയും എഴുതാം. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് AM-നെ അപേക്ഷിച്ച് വെരി ലാർജ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ഇനി ഫൈനലി നമുക്ക് AM-ഉം FM തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. അതിൽ ഒന്നാമത്തെ പാരാമീറ്റർ പവർ ഇൻ സൈഡ് ബാൻഡ്സ്. നമുക്കറിയാം AM-ൽ മാക്സിമം പവറും കാരിയറിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിന്റെ വലിയൊരു പെർസെൻറ്റേജും അവിടെ കാരിയറിലാണ് ഉണ്ടാവുന്നത്. നമുക്ക് ആവശ്യമുള്ള സൈഡ് ബാൻഡുകളിൽ പവർ കുറവായിരിക്കും. എന്നാൽ FM-നകത്ത് കൂടുതൽ പവറും സൈഡ് ബാൻഡിലാണ്, കാരിയറിനകത്തുള്ള പവർ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ പവർ ആണ് സൈഡ് ബാൻഡിലുള്ളത്. അത്തരത്തിൽ FM-നകത്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൽ കൂടുതൽ ഭാഗവും നമുക്ക് ആവശ്യമുള്ള പവർ ആയിരിക്കും. ഇനി രണ്ടാമത് ട്രാൻസ്മിറ്റഡ് പവർ. നമ്മൾ ആകെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ AM-നകത്ത് അതിന്റെ മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മോഡുലേഷൻ ഇൻഡെക്സ് മാറുന്നതനുസരിച്ചിട്ട് ഈ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ AM-നകത്ത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ FM-ൽ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ ഒരു കോൺസ്റ്റന്റ് ആണ്. മൂന്നാമത്തത് ഇമ്മ്യൂണിറ്റി ടു നോയ്സ് ആണ്. അതായത് എക്സ്റ്റേണലി ഒരു നോയ്സ് സിഗ്നൽ വന്നാൽ അത്
ആരെയാണ് കൂടുതൽ ബാധിക്കുക? എമ്മിന് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ നോയ്സ് വളരെ എളുപ്പത്തിൽ ഒരു എം സിഗ്നലിനെ ബാധിക്കും. നമുക്കറിയാം എമ്മിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡിലാണ് മെസ്സേജ്, ആംപ്ലിറ്റ്യൂഡിൽ തന്നെയാണ് ഒരു നോയ്സ് വന്ന് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് ആഡ് ചെയ്യുന്ന നോയ്സ് എമ്മിന്റെ അകത്ത് മെസ്സേജിനെ കറപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എഫ് എമ്മിന്റെ കേസിൽ എഫ് എമ്മിന് നോയ്സ് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. എന്താണ് കാരണം? എഫ് എമ്മിന്റെ അകത്ത് നമ്മൾ ഫ്രീക്വൻസി വേരിയേഷൻ ആയിട്ടാണ് മെസ്സേജ് ചേർക്കുന്നത്. എന്നാൽ നോയ്സ് വന്ന് ആഡ് ചെയ്യുന്നത് എഫ് എം സിഗ്നലിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ്. അത്തരത്തിൽ അത് മെസ്സേജിനെ ഒട്ടും ബാധിക്കുന്നില്ല. ഇനി ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് നോക്കാം. എമ്മിന്റെ അകത്ത് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് വളരെ കുറവാണ്. എന്നാൽ എഫ് എമ്മിന് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എഫ് എമ്മിന്റെ അകത്ത് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് വെരി ലാർജ് ആണ്. ഇനി അടുത്തത് സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആണ്. എമ്മിന്റെ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ രണ്ട് സർക്യൂട്ട്സും താരതമ്യേന സിമ്പിൾ സർക്യൂട്ട്സുകളാണ്. എന്നാൽ എഫ് എം മോഡുലേഷനും ഡിമോഡുലേഷനും കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് സർക്യൂട്ടാണ് എമ്മിനെ അപേക്ഷിച്ചിട്ട്. ഫൈനലി ഏരിയ ഓഫ് റിസപ്ഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. എമ്മിന്റെ കേസിൽ ഏരിയ ഓഫ് റിസപ്ഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എം ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ എം സിഗ്നലുകൾ കൂടുതൽ ഏരിയയിൽ ലഭ്യമായിരിക്കും. എന്നാൽ എഫ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം എഫ് എം സിഗ്നൽ ഒരു എഫ് എം ട്രാൻസ്മിറ്ററിൽ നിന്ന് ലഭിക്കുന്ന എഫ് എം സിഗ്നൽ താരതമ്യേന കുറച്ച് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് പ്രധാന കാരണം നമ്മൾ എ എം ട്രാൻസ്മിഷൻ നടത്തുന്ന കാരിയറിന്റെ ഫ്രീക്വൻസി കുറവാണ്. എന്നാൽ എഫ് എം ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി കാരിയർ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഹയർ ഫ്രീക്വൻസി സ്പ്രെഡിങ് കുറവാണ്. അതായത് ഹയർ ഫ്രീക്വൻസി സിഗ്നലുകൾക്ക് സ്പ്രെഡിങ് കുറവാണ്. എന്നാൽ സ്മോളർ ഫ്രീക്വൻസി കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എഫ് എം സിഗ്നൽ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാരിയർ ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ട് അവ കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യില്ല. എന്നാൽ എ എം സിഗ്നലിന്റെ കേസിൽ അതിന്റെ കാരിയർ ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് ആ സിഗ്നൽ കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.